വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലമുണ്ടായ മരണങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടതിനാൽ 30 ഉദ്യോഗസ്ഥരെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വധിക്കാൻ ഉത്തരവിട്ടതായി ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രകൃതി ദുരന്തത്തിൽ 1000-ഓളം പേരാണ് ഉത്തര കൊറിയയിൽ മരിച്ചത്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലമുണ്ടായ മരണങ്ങൾക്ക് ഉത്തരവാദികളെന്ന് കരുതുന്നവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുവാൻ കിം ജോങ് ഉൻ ഉത്തരവിട്ടത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി, കൃത്യനിർവഹണം എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും 2019 മുതൽ ചാഗാങ് പ്രവിശ്യ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി കാങ് ബോങ് ഹൂണും ഉൾപ്പെടുന്നുണ്ട് എന്ന് ഉത്തര കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ജൂലൈയിലാണ് ഉത്തര കൊറിയയിൽ കനത്ത മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായത്. 4000-ലധികം വീടുകളെ അത് ബാധിക്കുകയും 15,000 താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. കിം ജോങ് ഉൻ തന്നെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും പ്രളയത്തിൽ പൂർണ്ണമായും മുങ്ങിയ സമീപ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കുവാനും പുനഃസ്ഥാപിക്കുവാനും മാസങ്ങൾ എടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അമ്മമാർ, കുട്ടികൾ, പ്രായമായവർ, വികലാംഗരായ സൈനികർ തുടങ്ങി ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെ 15,400 പേർക്ക് പ്യോങ്യാങ്ങിൽ സർക്കാർ അഭയം നൽകി. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടുതലാണെന്ന റിപ്പോർട്ടുകൾ ഉത്തര കൊറിയൻ നേതാവ് നിഷേധിച്ചു. ഉത്തര കൊറിയയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഭാഗങ്ങളാണ് ദക്ഷിണ കൊറിയ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. കൊറിയ ടൈംസ് പറയുന്നതനുസരിച്ച് കോവിഡിന് ശേഷം ഉത്തര കൊറിയയിൽ വധശിക്ഷ വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.